മാഷാ അല്ലാ, അതൊരു നല്ല കാര്യം തന്നെയല്ലേ. ഓൾക്കും വയസ്സ് 10-20 തുടങ്ങിയില്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വന്നെന്ന് പറഞ്ഞെന്നൊക്കെ കേൾക്കൂ. അല്ലടി, റിയനിപ്പോ ആര് കണ്ട് ചോദിച്ചെന്ന് അജി പറഞ്ഞത്? ഒരിക്കൽ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോഴേ ആരിസ്കാക്കാന്റെ അമ്മായി സൽമാത്താനോട് തന്നെ ചോദിച്ചത് ഓർമ്മണ്ടാ? ആരിസിന്റെ അമ്മായി എന്റെ 90-ന് എന്നെ കണ്ടപ്പോ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഓലറിവിൽ ആർക്കോ പെണ്ണ് നോക്കണുണ്ട്, അന്റെ പെണ്ണിനൊക്കെ കെട്ടിച്ചു കൊടുക്കടിന്നൊക്കെ എന്നോട് ചോദിച്ചു. ആ കാര്യം തന്നെ. അതന്നെ, നിങ്ങള് റിയമോളായിട്ട് കല്യാണത്തിന് വന്നപ്പോഴേ ആ ചെക്കന്റെ വീട്ടുകാരുണ്ടായിരുന്ന കല്യാണത്തിന് ഓൽക്കന്ന് റിയനെ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടായിക്കണ്. ഇപ്പൊ അമ്മായി എപ്പോ നോക്കിയാലും അതിന്റെ പിന്നാലെയാണ്. ആരിസിന്റെ പെരക്കാര് അറിയണ കൂട്ടക്കാരെങ്ങാനും ആണ് കുഞ്ഞോളെ? എവിടെ ഉള്ളവരാ? ചെക്കനെന്താ പണി? നമ്മളിപ്പോ റിയമോൾക്ക് കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ലല്ലമ്മ. പിന്നെ ഒരു ജോലി ആവാണ്ട് ഓളെന്തായാലും കല്യാണത്തിന് സമ്മതിക്കൂല. പിന്നിപ്പോ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? അതന്നെ ഞാനും പറഞ്ഞത്. പക്ഷെ അമ്മായിയെ അവിടെ ഒന്നരാടം വിട്ടിട്ട് ഉമ്മാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും നമ്പർ ഒന്ന് തരുമോന്ന് ചോദിച്ചാണ്ട്. ചെക്കന്റെ പെരക്കാരെ കുറെ തവണ അത്ര അമ്മായിനോട് ചോദിക്കണ്, നിങ്ങളൊന്ന് നമ്പർ തന്നാ മതി, ഞങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോളാന്നൊക്കെ. കാര്യം എവിടുന്നാ എന്താന്നൊക്കെ ചോദിച്ചറിയാന്നിരുന്നാലും എനിക്ക് പെൺകുട്ടിയോളെ ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോ കൊടുക്കണമെന്നാ പഴമക്കാര് പറയാ. പഴമക്കാരൊക്കെ അങ്ങനെ പലതും പറയും. തൽക്കാലങ്ങളെ അധികം വർത്താനം പറയാണ്ട് അവിടെ ചാരിക്കിടുന്നാണ്. പേരക്കുട്ടിയുടെ കല്യാണമൊക്കെ നടത്താനേ ഇനിയും വാണ്ടോളം സമയമുണ്ട്. അല്ലേ മത്ത? സമയമൊക്കെ വാണ്ടോളം ഇനി ഉണ്ടാവും. പക്ഷേ അതൊക്കെ കാണാനും കൂടാനും ഈ ഇമ്മ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്താ അമ്മങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞത്? ഇമ്മ കാര്യമായിട്ട് പറഞ്ഞതന്നെ കുട്ടിയോളെ. ഓളിൻ്റെ പേരക്കുട്ടിയല്ലേ സെൽമോ. ഇവിടെയുള്ള ബാക്കി ചെക്കന്മാര് ഇതാ ഇവിടെ ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒക്കെ കല്യാണം കാണാനും കൂടാനൊന്നും എന്തായാലും ഇമ്മക്ക് യോഗം ഉണ്ടാവുമെന്ന് തോന്നണില്ല. റിയമോളെ കല്യാണമെങ്കിലും ഒന്ന് കാണാനും കൂടാനും ഒക്കെ ഇമ്മാൻ്റെ ഉള്ളിൽ പെരുത്ത് പൂതിയുണ്ട്. ഇമ്മാന്റെ എല്ലാ പൂതിയും നടക്കും. ആദ്യം നമുക്കിപ്പേ വന്ന അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കാം. ഇന്നാലല്ലേ പേരക്കുട്ടിയുടെ കല്യാണത്തിന് ഓടിച്ചാടി നടക്കാൻ പറ്റുള്ളൂ. അല്ലേ കുഞ്ഞോളെ? ഓടും ചാടലൊന്നും ഇനി അധികം ഉണ്ടാവുമെന്ന് തോന്നണില്ല എൻ്റെ കുട്ടികളെ. ഇമ്മാൻ്റെ ലോക ജീവിതം ഏതാണ്ടൊക്കെ തീരാറായി തുടങ്ങിക്കണം. ഈ ഉമ്മാക്ക് എന്തൊക്കെയാ കിട്ടിക്കണത്? ഒരു ശ്വാസം മുട്ടലും ചുമയും വന്നതിനാണാ നിങ്ങൾ ഇമ്മാതിരി വർത്താനൊക്കെ പറഞ്ഞത്? ഇതന്നെ മലപ്പമ്മാടെ തൊള്ളേന്ന് പോവുള്ളൂ.